ഓച്ചിറയിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. കൃഷിഭവന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. പച്ചക്കറി തൈകൾ, വിത്തുകൾ, കാർഷികോൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും നടത്തി. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ എന്നിവയുടെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. വിവിധതരം തൈകൾ, വിത്തുകൾ, കാർഷികോൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. മാറുന്ന ആ ദിവസത്തിന്റെ കാലാവധിയാണ് ഒരു ഞാറ്റുവേല. 27 ഗ്രഹങ്ങളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഞാറ്റുവേലകൾ ആചരിക്കുന്നത്. ഏത് ആചരണമായാലും ശരി തന്നെ കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് ഇന്ന് കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയാലും ശരി തന്നെ കാർഷിക മേഖല അതിൻ്റെതായ ഊർജത്തോടെ, അതിൻ്റെതായ ശക്തിയോടെ നമുക്ക് നിന്നില്ല എങ്കിൽ നമ്മളെല്ലാം പട്ടിണി കൊണ്ട് മരിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളത് ഇന്നത്തെ യുദ്ധങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ കാലഘട്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ തിരിച്ചു പോകേണ്ട സാഹചര്യങ്ങളുമുണ്ട്. അതിന് ഓച്ചിറ പഞ്ചായത്തിൽ നിന്നും സമഗ്രമായ ഒരു കാർഷിക മേഖലയിലുള്ള ഒരു മുന്നേറ്റത്തിന് വേണ്ടിയുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. അത് നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഉദിച്ചുയർന്ന ആശയങ്ങൾ അതിൻ്റെ പ്രായോഗിക തലങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അനിവാര്യമാണ്. ഇന്ന് ഏറ്റവും നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്നത് യുവതലമുറയാണ്. അവരെയും കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വൈസ് പ്രസിഡന്റ് മുബീന നാസിം അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കാലഗണന രീതി അനുസരിച്ച് കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ഞാറ്റുവേല. അതാണ് നമ്മൾ ഞാറ്റുവേല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മോഹനൻ ആദ്യ തൈ വിതരണം നടത്തി. വൈസ് പ്രസിഡന്റ് ഗീതാകുമാരി, അയ്യാണിക്കൽ മജീദ്, ലീന പ്രവീൺ, അഖിൽ, മിനി പൊന്നൻ, അശോക്, കൃഷ്ണപ്രിയ, കാർത്തിക, മണിയപ്പൻ, കൃഷി ഓഫീസർ പൊന്നു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.